ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വർഷവും മുടങ്ങാതെ നടക്കുന്ന ഒരു സംഗതിയാണ് നേത്ര പരിശോധന. സൗജന്യമായിട്ട് നേത്ര പരിശോധന ഉണ്ടാവും. സൗജന്യം എന്ന് പറയുമ്പോഴും 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് എന്തോ ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇത്തവണയും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ കുഞ്ഞിപ്പണ്ണ് നാട്ടിലുണ്ട്. കുഞ്ഞിപ്പണ്ണ് ഇരിക്കുന്നുണ്ടോ? പുള്ളിക്കാരി അങ്ങോട്ട് പറയാണ്, എനിക്ക് കണ്ണാടിയൊക്കെ ഓൾറെഡി ഉള്ളതാണ്, ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ കണ്ണാടിയൊന്നും ഇല്ലാത്ത പോലെ പോയാൽ മതിയായിരുന്നു. പുള്ളിക്കാരി അങ്ങോട്ട് പറയാണ്, ഞാൻ കണ്ണാടി ഉള്ള ആളാണ്, കണ്ണാടി വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്, എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ടെസ്റ്റിന് കൊടുക്കുന്നത്. പക്ഷേ ഈ വിചാരിക്കുന്ന അത്ര പ്രശ്നമൊന്നും അവൾക്കില്ലായിരുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കണ്ണാടിയാണെന്നുണ്ടെങ്കിലും അത്ര പവറില്ല, വളരെ ഒരു മിനിമൽ, വളരെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു റേഞ്ച് മാത്രമായിരുന്നു കേട്ടോ. അമ്മയും ഇവളും നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും കണ്ണാടി ഉള്ള ആളുകളാണ്. അപ്പോൾ ആ കുട്ടി ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് എന്തിനാ വന്നേ എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ചോദിച്ചത്. ഞാൻ വിചാരിച്ചു, എനിക്കും ഇവരെല്ലാം നോക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് റെഗുലർ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ നേരെ തൊടുപുഴയ്ക്ക് പോയിട്ടോ. എനിക്ക് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷനാണോ എവിടെയോ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ടോ.